ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വേർഡ് ആൻഡ് ഫെയറി 4ൻ്റെ 5th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളുടെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ മാംഗ്ലി ലിങ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മജിസ്ട്രേറ്റ് ഇങ്ങനെ റിങ്ഷനൊക്കെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ അവളൊരു പാവം പെൺകുട്ടിയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് പറയും നമ്മുടെ ഗ്രാമത്തിലുള്ള കുറേ ആൾക്കാരെയൊക്കെ കാട്ടിലേക്ക് കാണാണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാംഗ്ലിയാണ് പോകുന്നതെന്ന് ഇങ്ങനെ പറയട്ടെ. എന്നിട്ട് പറയും, എൻ്റെ കൂടെ ലിങ്ഷ വന്നാൽ ഇതെനിക്കൊരു സഹായമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മജിസ്ട്രേറ്റിനോട് പറയുമ്പോഴത്തേക്കും മജിസ്ട്രേറ്റ് ചോദിക്കണ്ടേ, എങ്ങനെയാണ് ഞാൻ നിന്നെ കാട്ടിലോട്ട് വിടാം ഒക്കെ പറയുന്നത് സങ്കടപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും, അതൊന്നും സാരില്ല, എൻ്റെ പക്കൽ മന്ത്രമുണ്ട്, ഞാൻ അതൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട്, നാളെ ഞങ്ങൾ കാലത്തേ പോകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മജിസ്ട്രേറ്റ് പറയും, ടിയാനും നിങ്ങളുടെ കൂടെ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെ പറയും കേട്ടോ. ആ ടൈമിൽ നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട്, വാ നമുക്കിന്ന് കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞ് ലിങ്ഷനെ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെങ്കിൽ എപ്പോഴും ലിങ്ഷൻ്റെ കൂടെയാണല്ലോ കിടന്നുറങ്ങുന്നത്. ആ ഒരു രീതിയിൽ ടിയാനും കൂടെ വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ലിങ്ഷനെ തടഞ്ഞിട്ട് പറയും, എടാ നീ ഞങ്ങളുടെ പെൺകുട്ടികളുടെ പോണ കിടക്കാൻ വരുന്നത്, നിനക്ക് വേറെ സ്ഥലം ഏർപ്പാടാക്കിയിട്ടുണ്ട്, നീ അവിടെ പോയി കിടന്നായി എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് നടന്നു പോകട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലിങ്ഷയും അതുപോലെ മജിസ്ട്രേറ്ററും മജിസ്ട്രേറ്റിൻ്റെ വൈഫും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വൈഫും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയും, എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുകയാണ്, എനിക്ക് അവരാരും ഇല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് രണ്ടുപേർക്ക് തന്നെ ഭയങ്കര സങ്കടമാവും കേട്ടോ. ആ ടൈമിൽ നമ്മുടെ മാംഗ്ലി അവളെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയും, എനിക്ക് തോന്നുന്നത് നീയാണ് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളത്, കാരണം ഇത്രയും നല്ലൊരു അച്ഛൻ്റെ അമ്മേൻ്റെ വയറ്റിലല്ലേ നീ പറഞ്ഞത്, നിന്നെ നോക്കാൻ എത്രയോ ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ടിയാൻചക്കൻ വരുന്നുണ്ട് കേട്ടോ. ടിയാൻചക്കനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കോസ്റ്റ്യൂമൊക്കെ ആകെ മാറിയിട്ടുണ്ട്, കാട്ടുവാസിയുടെ വേഷമൊക്കെ മാറിയിട്ട് നല്ല പണക്കാരൻ്റെ പോലെയൊക്കെ നല്ല അടിപൊളി വേഷമൊക്കെ ധരിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലിങ്ഷയാണെന്നെങ്കിൽ വായൊക്കെ പൊളിച്ചിട്ട് അവനിങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും മജിസ്ട്രേറ്റ് പറയും, വേഷമൊക്കെ മാറിയപ്പോഴത്തേക്ക് ആളാക്കി മാറിപ്പോയില്ലൊക്കെ പറയും കേട്ടോ. അപ്പോൾ ടിയാനാണെങ്കിൽ ലിങ്ഷിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ലിങ്ഷ വാ വിളിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ടിയാൻ ചോദിക്കും, നീ എന്താണ് ഇതിനു മുമ്പ് ആൺകുട്ടികളൊന്നും കണ്ടിട്ടില്ല, നീ എന്തായാലും ഇങ്ങനെ നോക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ലിങ്ഷ പറയും, നീ കാട്ടുവാസിയുടെ വേഷമൊക്കെ മാറിയിട്ട് ശരിക്കും മനുഷ്യനെ പോലെ ആയല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ നോക്കിയെന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാംഗ്ലിക്കാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വൈഫൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ലിങ്ഷയ്ക്ക് ഭയങ്കര സങ്കടമാവും. ലിങ്ഷ അവളുടെ ചെറുപ്പകാലം ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. അതായത് അവൾ പണ്ട് ചെറുപ്പകാലത്തൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവൾക്ക് അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ല, അവളുടെ അച്ഛനെയും അമ്മേൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പലകേൻ്റെ അടുത്തിരുന്നിട്ടായിരിക്കും അവൾ കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അവൾ ഓർക്കുമ്പോഴത്തേക്ക് അവളുടെ കണ്ണീര് പൊടിയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ടിയാൻ കാണുന്നുണ്ട്. അപ്പോൾ ടിയാൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ സങ്കടപ്പെടുന്നേ ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും, നീ സങ്കടപ്പെടുന്നതും വേണ്ട, എനിക്ക് എന്തായാലും ഒരു അനുജത്തി ഇല്ല, പക്ഷെ നീ എനിക്ക് ഒരു അനുജത്തി പോലെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മാംഗ്ലിയുടെ അമ്മ പറയും, മോളെ നീ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്, നീ എപ്പോൾ ഇവിടെ വന്നാലും ഇങ്ങോട്ട് വരാനായിട്ട് മറക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ച് പറയും, ഞാൻ എന്തായാലും വരാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മജിസ്ട്രേറ്റ് പറയും ടിയാനോട്, നീ എന്തായാലും വരുമ്പോഴത്തേക്കും അവളെയും കൊണ്ടുവരണം, അവളെ നന്നായി നോക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ടിയാൻ പറയും, അങ്കിൾ ഞാൻ എന്തായാലും അവളെ നന്നായി നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ ഇവർ മൂന്നാളും കൂടി ആ ഒരു കാട്ടിലേക്ക് വന്നേക്കായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സീഗിനെ അന്വേഷിച്ചിട്ട് സുയാക്കും അതുപോലെ തന്നെ അവളുടെ ഒരു ജൂനിയർ പയ്യനോട് നടന്നു വരാൻ കേട്ടോ. അപ്പോഴത്തേക്കും ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സീഗിനെ കണ്ടായിരുന്നോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുമ്പോൾ, അയ്യോ നമ്മുടെ സീഗിൻ്റെ അതേ ടോക്കൺ ആണല്ലോ അവളുടെ കയ്യിലൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുയാക്ക് നമ്മുടെ ലിങ്ഷനെ നോക്കിയിട്ട് പറയും, നീ ഭയങ്കര ഓവറാണല്ലോ എന്നങ്ങനെ പറയുമ്പോഴത്തേക്കും ലിങ്ഷ അവരുടെ ചൂടാവട്ടെ, ഞാൻ എങ്ങനെയാണ് ഓവറായെന്നൊക്കെയുള്ള രീതിയിൽ ലിങ്ഷ ചൂടാവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെങ്കിൽ അവളെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആ സുയാക്ക് പറയുന്നുണ്ട്, വാ നമുക്ക് വേറെ എവിടെയും പോയി അന്വേഷിക്കാം, അവരോട് ചോദിച്ചിട്ട് കാര്യം നമ്മളിട്ട് അവരങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഇവർ മൂന്നാളും കൂടി ആ കാണാതായ ആൾക്കാരെ അന്വേഷിച്ച് വന്നേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയൻ പറയുന്നുണ്ട്, ഈ മരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എന്തോ വിചിത്രമായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിയും പറയും, ഇത് വയനാട്ട് വിചിത്രമായിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ മയങ്ങി കിടപ്പുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി അടുത്ത് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും മാംഗ്ലി പറയുന്നുണ്ട്, പൾസ് ഭയങ്കര കുറവാണ്, പക്ഷെ ജീവനുണ്ട്, ഏതൊരു ചീത്ത ശക്തിയാണ് ഇവരെ ഉപദ്രവിച്ചിരിക്കുന്നതെന്നിങ്ങനെ പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ളൊരു മരുന്ന് ഇങ്ങനെ മണപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, ഇതെന്തായാലും അവർ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എണീക്കും എന്ന് പറഞ്ഞിട്ട് അവർ നോക്കി നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ലിങ്ഷന് ഒരു ചെടി വന്നിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ബാക്കിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവരാരും കാണുന്നുണ്ടാവില്ല. അടുത്ത നിമിഷം നമ്മുടെ ടിയാനെയും മാംഗ്ലിനെയും ഇതേപോലെ തന്നെ ചെടി വലിച്ചിട്ടൊരു കുഴിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി ആണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് അതിനൊക്കെ മാറ്റിയിട്ട്
ഇവരെല്ലാം രക്ഷപ്പെടുന്നതാണ് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ലിൻഷ ആണെങ്കിൽ ബോധം കെട്ട് കിടപ്പുണ്ടാവും. ഇപ്പം നമ്മൾ ടിയാനാണെങ്കിലും ഇവിടെ രക്ഷപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ട്, കുളിക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവളെ. ആ ടൈമിൽ നമ്മുടെ മാഗി ആണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുള്ള മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ടിയാൻ ഇങ്ങനെ മണപ്പിച്ചതിന് ശേഷം നമ്മുടെ ലിൻഷ എണീറ്റ് വരുന്നുണ്ട്. ലിൻഷ ചോദിക്കുന്നുണ്ട്, നീ എന്തായാലും ഇത് കുളിക്കുന്ന കൊല്ലോ എന്നങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലിൻഷ പറയും, അയ്യോ നമ്മൾ ഏതൊരു കല്ലറേൻ്റെ ഉള്ളിലാണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആത്മാക്കൾ കാണുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലിൻഷ ആണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാഗ്ലി പറയും, ഇതൊരു വലിയൊരു രാജാവിൻ്റെ കല്ലറ പോലെ തന്നെയുണ്ട്, ഇതിനുള്ളിൽ എന്തായാലും ആരെങ്കിലും ഏതെങ്കിലും ഒരു ശക്തി കാണും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ലിൻഷ പറയുമ്പോൾ എങ്കിൽ നമുക്കത് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ടിയാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ടിയാണെങ്കിൽ പോവാന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പെട്ടെന്ന് തിരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അവളുടെ കയ്യിലൊരു കോമ്പസ് അവളുടെ കയ്യിലുണ്ട്. അപ്പം നമ്മുടെ ലിൻഷ പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ ആത്മാക്കളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ മരിക്കുന്നതിന് മുന്നെയാണോ മരിച്ചതിന് ശേഷമാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ആ കോമ്പസ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പം നമ്മുടെ ലിൻഷ പറയുന്നുണ്ട്, ആത്മാവ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ നിമിഷം കാണിക്കുന്ന വെച്ചാൽ ഒരു ബൊമ്മ പോലത്തെ സാധനത്തിനായിരിക്കും ചുവന്ന ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് കണ്ണൊന്നും കാണുന്നുണ്ടാവില്ല കേട്ടോ. ഒരു മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഒരു ആത്മാവിനെ പോലെ ഒരാളെ ഉണ്ടാ കാണിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ടിയാനൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ ബൊമ്മയാണ് ഈ കൈ നിന്നിട്ട് പറയുമ്പോൾ എൻ്റെ കൂടെ വാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയുന്നുണ്ട്, ആ ബൊമ്മ നമ്മളെ ഗൈഡ് ചെയ്യണം, നമുക്കതിന് ഉള്ളിലേക്ക് പോകാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ സീങ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരെ കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ സീങ് അവിടെ എത്തിയിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ പോലീസ് ഓഫീസർ ബോധമൊക്കെ തെളിഞ്ഞ് നടന്നു വരുന്നുണ്ട് കേട്ടോ. അയാളുടെ കർച്ചീഫും താഴെ വീഴുന്ന കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സീങ്ങിനെ അടുത്ത് വന്നിട്ട് പോലീസ് ഓഫീസർ പറയുന്നത്, പിന്നെ 2 പേര് വന്ന് രക്ഷിച്ചിട്ടുണ്ട്, അതേപോലെ എൻ്റെ കർച്ചീഫും കാണാനായിട്ടെന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ സീങ്ങിനാണെങ്കിൽ ടിയാൻ്റെ പേര് കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാകുമ്പോഴത്തേക്കും ടിയാനോട് ഇങ്ങനെ പറയും, സീങ്ങിന് പറയും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിയെന്ന് വെച്ചാൽ ഇവർ 3 ആളും കൂടി ആ ഒരു കല്ലറേൻ്റെ ഉള്ളിലേക്ക് നടന്നു വരികയാണ്. ഭയങ്കര കൂരി ഇരുട്ടായിരിക്കും കേട്ടോ. അവിടെ കുറേ രൂപങ്ങൾ കാണുന്നുണ്ട്, മാറാലൊക്കെ പിടിച്ച് കിടപ്പുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാഗ്ലി പറയുന്നുണ്ട് അതൊന്നും തുടരുതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ലെറ്റർ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് നോക്കി എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ബൊമ്മ പോലത്തെ സാധനം പിന്നെയും പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പിന്നെയും മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ലിൻഷ പറയുമ്പോൾ അത് വീണ്ടും നമ്മളെ ഗൈഡ് ചെയ്യാണെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ സീഗിനെ ആയിരിക്കും. സീഗിന് മനസ്സിലാവും ഇവർ ആരൊക്കെയോ ഇവിടെ ഉണ്ട്, അതേപോലെ ഏതൊക്കെയോ കെട്ട ശക്തിയും ഇവിടെ ഉണ്ട്, പക്ഷെ അവനത് കണ്ടുപിടിക്കാണ്ട് സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇവർ ഏതൊരു കലറയിനുള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന് നമ്മുടെ സീഗിന് മനസ്സിലാവും. അവിടെ എത്തണമെന്നും നമ്മുടെ സീഗിന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ ഇവർ 3 ആളും അകത്തേക്ക് കയറി ഒരു വലിയൊരു അരമന പോലത്തെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ. അത് കാണുമ്പോഴത്തേക്ക് ഒരു സ്വർഗം പോലെയാണ് കിട്ടുക അവർക്ക് തോന്നുന്നുണ്ടാവാം. അപ്പോൾ ലിൻഷ പറയുന്നുണ്ട്, ഇത്രയും വർഷം പഴക്കമുള്ള ഈ സ്ഥലം എങ്ങനെയാണ് ഇത്രയും ഭംഗിയിലിരിക്കുന്നത്. ടിയാനും ഡൗട്ട് ഉണ്ട് കേട്ടോ, ആരും ഇവിടെ കടന്നു വരുന്നില്ല, അതുപോലെ ഈ കല്ലറ പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെയാണ് ഇവിടെ സ്വർഗം പോലത്തെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഡൗട്ട് അടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതേസമയം അവിടെ ഇങ്ങനെ കുറേ കല്ലുകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ലിൻഷ പറയും, ഇത് വെറും ഒരു സാധാരണ കല്ലല്ല, ഇതിനൊരു പവർ ഉണ്ട്. ഇതൊരു സ്ഥലത്ത് കൊണ്ടുപോയി എല്ലാം കൂടി കൂട്ടിയിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ വർഷം ശേഷം അതിലൊരു മരം ഉണ്ടാകും, അതിലത്തെ ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ശക്തി കിട്ടുന്നതിന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നും. ആ ടൈമിൽ നമ്മൾ ടിയാനാണെങ്കിൽ ആ കല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിൻഷ പറയുന്നുണ്ട്, അതിൻ്റെ ശരീരം വീക്കല്ല, നീ അതൊന്നും എടുക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ടിയാൻ പറയാം, അതിനെന്താ നമുക്കിതൊന്ന് കുഴിച്ചിട്ട് നോക്കാം, അപ്പോൾ അതുപോലത്തെ ഒരു പഴം ഉണ്ടാവില്ലേ, അത് നമുക്ക് കഴിച്ച് നമുക്ക് നല്ല ശക്തി കിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലിൻഷ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമല്ലേ ഉണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ട് അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നൊക്കെ എന്നെ ചോദിച്ചിട്ട് അവളിങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കുറേ പെൺകുട്ടികളെ കാണുന്നുണ്ട്, കുറേ ദേവതകളെ പോലത്തെ ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. അവരുടെ പാട്ടൊക്കെ പാടുന്നുണ്ട്, ഡാൻസ് ഒക്കെ കളിക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും ഇതൊരു സ്വർഗം പോലെയൊക്കെയാണ് കേട്ടോ തോന്നുന്നുണ്ടാവുക. അപ്പോഴത്തേക്കും നമ്മൾ ലിൻഷ പറയുന്നുണ്ട്, എന്തൊരു ഭംഗിയായിട്ടാണ് ഇവർക്ക് ഇതിനൊക്കെ സാധിക്കുന്നത്, ഇവർ മനുഷ്യർ തന്നെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ അരമനയില്ല യുനാൻ എന്ന് പറയുന്ന ഒരാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. ഒരാൾ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവർ 3 അടുത്തേക്ക് വരുന്നത് ലിൻഷ ചോദിക്കുന്നത്, നിങ്ങൾ ചത്തുപോയവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഞാൻ അവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ പക്ഷേ സ്വർഗത്തിലൊക്കെ കുറേ ചുറ്റിക്കറങ്ങാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതും ഇവിടെ ഒരു സ്വർഗം പോലെ ആക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ അവരിങ്ങനെ പറയുന്നുണ്ട്, ഇവിടേക്ക് വന്ന കുറേ ആൾക്കാരെ കാണാതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ആ യുനാൻ എന്ന് പറഞ്ഞ ആൾ പറയും, എന്നെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു ഇടം ശരിയല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ ഇങ്ങനെ ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്തവരാളിങ്ങനെ സംസാരിക്കുന്നുണ്ടാവും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടിയാൻ പറയുമില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ കഴിയുന്ന ആർക്ക് തന്നെ ഭൂമിയിലേക്ക് വരാൻ സാധിക്കില്ല, വന്നാൽ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ആ യുനാൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് ടിയാൻ ഷിങ് എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ യുനാൻ പറയുമ്പോൾ, ടിയാൻ ഷിങ്ങിൻ്റെ മകനാണോ നീ, നിൻ്റെ അച്ഛൻ സ്വർഗത്തിൽ നല്ല ജോളിയായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് നിൻ്റെ അമ്മയുടെ കൂടെ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട്, ആണോ എൻ്റെ അച്ഛൻ സ്വർഗത്തിലുണ്ടോ, എൻ്റെ അച്ഛനും അമ്മയും എന്നെ പറ്റി എന്തെങ്കിലും ചോദിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും യുനാൻ പറയും,
പിന്നെ എല്ലാ ദിവസവും നിന്നെപ്പറ്റി ചോദിക്കാറുണ്ട്, അവർ ഭയങ്കര ജോളിയാണ്, ഹാപ്പിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാന് മനസ്സിലാവട്ടെ ഇയാൾ കള്ളം പറയുകയാണെന്ന് മനസ്സിലാവും. അത് കഴിയുമ്പോഴത്തേക്കും അയാൾ ഇവർക്ക് വേണ്ടിയിട്ട് വൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടിയാനാണെങ്കിൽ അവന് മനസ്സിലായില്ല, കള്ളം പറയുന്നുണ്ടെങ്കിൽ ഇത് കുടിക്കില്ല എന്ന മട്ടിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ലിൻഷയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആർത്തിയായിട്ട് അവളിൽ വലിച്ചു കുടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എനിക്ക് ഇനിയും വേണമെന്നൊക്കെ അവന് വലിച്ചു കുടിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവരെല്ലാം നമ്മുടെ ലിൻഷനെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വാൾ ഉപയോഗിച്ചിട്ട് ഇയാളൊരു ചീത്ത ശക്തിയെന്ന് പറഞ്ഞിട്ട് വാൾ ഉപയോഗിച്ചിട്ട് അയാളുടെ വയറ്റിലേക്ക് ആ വാൾ എറിഞ്ഞിട്ട് അയാളെ കൊല്ലുന്നതാണ്ടോ കാണിക്കുന്നത്. ഇയാൾ മരിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ബൊമ്മയില്ല, ബൊമ്മയായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ ആണ് നമ്മുടെ സീഗിനെയാണ്. സീഗാണെന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ട ശക്തിയുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് മന്ത്രങ്ങൾ ചൊല്ലി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നാഗന്യയുടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നാഗന്യ പറയുന്നുണ്ട് കേട്ടോ, നീ എന്നോട് ചതി കാണിക്കുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവർ രണ്ടും തമ്മിൽ ഫൈറ്റ് അടക്കാൻ പോവാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി കൂടുതലുള്ളതുകൊണ്ട് തന്നെ നാഗന്യക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അവരെന്നെ പെട്ടെന്ന് താഴേക്ക് വീയായിരിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ സീങ് ആണെങ്കിൽ ഒരു കറുത്ത ഇത് ഉപയോഗിച്ചിട്ടും അവൻ്റെ ശക്തിയെല്ലാം കൺട്രോൾ ചെയ്ത് എടുത്തായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ നാഗനി ഇങ്ങനെ പറയുന്നുണ്ട്, കർമ്മ നിന്നെ വെറുതെ വിടില്ല, ഞാൻ നിന്നെ റിവെഞ്ച് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ നാഗനിനെ സഹായിക്കാനായിട്ട് അവളുടെ ശിഷ്യനും അവിടെ വരുന്നുണ്ട്. നാഗനെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ സീനായിട്ട് അവരിനെ ഫൈറ്റ് ചെയ്യുന്ന സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആ സ്വർഗം പോലത്തെ സ്ഥലമൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ഒരു കല്ലറ പോലെ ആവുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ ആണെന്നുണ്ടെങ്കിൽ അവളുടെ സ്വഭാവമൊക്കെ ആകെ മാറിയിട്ട് പറയും, ഇത് സ്വർഗം തന്നെയാണ്, നിങ്ങൾ കല്ലറയൊന്നുമല്ല, നിങ്ങളെല്ലാവരും മരിക്കാൻ പോകുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനൊന്നും മനസ്സിലാവുന്നില്ല. ടിയാനൊക്കെ ആകെ നെട്ടിയിട്ട് അവളിനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിയെന്ന് വെച്ചാൽ നമ്മുടെ സീങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ശിഷ്യനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്നെ ചതിക്കാൻ നോക്കിയതാണല്ലേ, നീ യുനാന്റെ കൂടെ കൂടിയിട്ട് എൻ്റെ ശരീരത്തിലേക്ക് കറുപ്പ് ശക്തിയെ കയറ്റുവാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ സീങ്ങിന്റെ ശക്തി എല്ലാം പോയിട്ടുണ്ടാവും കേട്ടോ. അയാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീങ്ങായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലിൻഷനെ ഉണ്ടോ. ലിൻഷന്റെ സ്വഭാവമൊക്കെ ആകെ മാറിയിട്ട് ലിൻഷ മാംഗ്ലിനോടും ടിയാനോടും അവളുടെ വാളൊക്കെ ഉപയോഗിച്ചിട്ട് അവളിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട് നമ്മുടെ ടിയാനോട്, നീ എന്താ വിചാരിച്ചാൽ ഞാൻ നിന്നെ തേടി വന്നത് നിന്റെ വാള് എടുക്കാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടിയാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം മാംഗ്ലിനോട് പറയുന്നുണ്ട്, നിനക്ക് നല്ലൊരു അച്ഛനും അമ്മയുണ്ട്, പക്ഷെ ഞാൻ ഒരു അനാഥയാണ്, നിന്നെയും ഞാൻ അനാഥയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളോടും ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ടിയാനാണെങ്കിൽ അവൻ്റെ ബാഗിൽ നിന്നിട്ട് ഒരു ബ്രേസ്ലെറ്റ് എടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ലിൻഷ ഇത് നിനക്ക് മുഖ്യമായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ്, നീ ഇതിൽ നോക്ക്, നിന്റെ പേര് ലിൻഷ എന്നാണ്, നിനക്ക് വേറൊരു ചിത്തശക്തി നിന്റെ ദേഹത്ത് കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷന്റെ വാള് നമ്മുടെ ടിയാന്റെ ദേഹത്ത് കയറിയിട്ടുണ്ടാവും കേട്ടോ. ആ ടൈമിൽ നമ്മൾ ടിയാൻ പറയുന്നുണ്ട്, ലിൻഷ നിന്റെ പേര് ലിൻഷ എന്നാണെന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോധമൊക്കെ വരുമ്പോഴത്തേക്കും അവളിങ്ങനെ കത്തി എടുക്കുന്നുണ്ടാവും കേട്ടോ. കത്തി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ്റെ രക്തം അവളുടെ മേത്തേക്കിനെ തെറിയിട്ടുണ്ടാവും. ആ സമയത്ത് അവളുടെ ബോധം ശരിക്കും തെളിഞ്ഞു വന്നിട്ട് പറയും, അയ്യോ ഞാൻ നിന്നെ കുത്തിയോന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, നീ അല്ല ഇതൊന്നും ചെയ്തത്, ആ യുനാനാണ് ഇതിനെല്ലാം കാരണക്കാരനായത്, നിന്നെ കൊണ്ട് ഇതിനൊക്കെ ചെയ്തത് യുനാനാണ്, വാ നമുക്ക് ഇവിടെ നിന്ന് പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മൾ ലിൻഷിനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ബൊമ്മ ധരിച്ചിരിക്കുന്ന ലിൻഷിനെ പോലത്തെ വേഷമായിരിക്കും. അതേപോലെ അവളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് തന്നെ ആയിരിക്കട്ടെ അതിൻ്റെ കയ്യിൽ. അപ്പം നമ്മുടെ ലിൻഷയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ലിൻഷ പറയുന്നുണ്ട്, വാ നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഞാൻ എന്തായാലും ഇവർക്ക് അടിമപ്പെട്ട് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ബൊമ്മയിൽ നിന്നൊരു ചിരി കേൾക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ആ യുനാന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവരുടെ ഫ്രണ്ടിൽ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ലിൻഷ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലിൻഷനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ആ യുനാൻ പറയുന്നുണ്ട്, നിന്റെ ശരീരത്തിൽ നല്ല പവറുണ്ട്, അതുകൊണ്ട് തന്നെ നിന്റെ ആ ശരീരം എനിക്ക് തന്നേ പറ്റും, എന്നാലും എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് എന്നെ നശിപ്പിച്ചവരെ എല്ലാം എനിക്ക് നശിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയട്ടോ. എന്നിട്ട് പറയും, എനിക്കൊരാൾ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, ആ മരുന്ന് കുടിച്ചതിന് ശേഷമാണ് ഞാൻ നശിക്കപ്പെട്ടത്, അപ്പോൾ അയാളെ എനിക്ക് നശിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയും, അയാൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്ന് പറയും. എന്നിട്ട് ലിൻഷ പറയുന്നുണ്ട്, നിനക്ക് അറിവൊന്നുമില്ല ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ യുനാൻ പറയുന്നത്, എനിക്ക് അറിവൊന്നും വേണ്ട, എനിക്ക് നിന്റെ ശരീരം മാത്രം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിലാണ് ഈ ഒരു എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.